അത് മാത്രം പോരട്ടോ, വീട്ടിൽ ജനിച്ചത് കൊണ്ട് മുസ്ലിംമാർ മാത്രം പോലെ ജീവിച്ച് മരിക്കുന്നത് വരെ നമുക്ക് ചില കടമകൾ ഒരു റൂട്ട് നമുക്ക് ആ റൂട്ടിൽ കൂടെ സഞ്ചരിക്കും, അപ്പോഴേ മുസ്ലിമാവും അല്ലേ? അതാണ് അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അല്ലാഹു നമുക്ക് ഒരു നിയമം കൊടുത്തിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും സൃഷ്ടാവാണ്. പല ജീവികളും ഈ ലോകത്തിലുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു നിയമവ്യവസ്ഥയോടുകൂടി ജീവിക്കാൻ ആധാരം നൽകിയത് നമ്മൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി. ഈ മനുഷ്യരിൽ വെച്ച് നമ്മൾ അല്ലാഹു തആല ആദരിച്ചു. ഈ നമുക്ക് ഒരു കൊടുത്തിട്ട് നമുക്ക് ആ തന്നത് നമുക്ക് അതിനൊരു ചെലവില്ല. എന്നാൽ ഈ സാധനത്തിന് എന്താ വില? നമുക്ക് അല്ലാഹു ഓശാരമായി തന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഈ സാധനത്തിന്റെ വില എന്താ നമുക്ക് അറിയുന്നുണ്ടോ? അത് നമ്മൾ നിസ്സാരമായി തട്ടിക്കളിക്കരുത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാഹു ചെയ്ത ഈ അനുഗ്രഹം അതിന് എത്ര എന്താ വില പ്രതിഫലം കണക്കാക്കാൻ പറ്റില്ലല്ലോ. സ്വർഗമാണ് നമ്മുടെ പ്രതിഫലം. നമുക്ക് സ്വർഗമാണ്, ശാശ്വതമായ സ്വർഗം. ദുനിയാവിലെ കുറഞ്ഞ കാലത്ത് ജീവിതം കഴിഞ്ഞാൽ ശാശ്വതമായ അറ്റമില്ലാത്ത ഒരു ജീവിതത്തിന്റെ മേഖല സ്വർഗത്തിലാണ് നമ്മൾ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാഹു തആല നമ്മളെ സ്വർഗത്തിന്റെ അവകാശപ്പെടുത്തുവാനാണ്. അതിന് ചില കാര്യങ്ങളുണ്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു നിയമം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ആ നിയമം അനുസരിച്ച് ജീവിക്കണം. ആ നിയമമാണ് ഇസ്ലാം പറഞ്ഞത്. അതിൽ ഹറാമുണ്ട്, ഹലാലുണ്ട്, ഉജൂബുണ്ട്, സുന്നത്തുണ്ട്, കറാഹത്തുണ്ട്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. അഹ്കാമുൽ ഖംസ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ അഞ്ചാറൊരു നിയമത്തിന്റെ പരിധിയിൽ വരുക. ഒന്നുകിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യേണ്ടതാണ്, നിർബന്ധമാണ്, അതിനാണ് നമ്മൾ ഫർള് എന്ന് പറയുന്നത്. മറ്റൊന്ന് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ്, തൊടാൻ പാടില്ല, ഹറാം. അതിനോട് നമ്മൾ ശ്രദ്ധിക്കണം, വൈതെറ്റി പോകരുത്. ഉജൂബായി നമ്മൾ ചെയ്തേ പറ്റുള്ളൂ, ഫർളായിട്ട്. ഹറാമായി നമുക്ക് അടുക്കാൻ പാടില്ല. പിന്നെ നമ്മൾ മഹാന്മാരാവുന്നതൊക്കെ സുന്നത്തുകൾ ഇതെല്ലാം ചെയ്യണം. ടിക്കറ്റ് നിലനിൽക്കണമെങ്കിൽ തന്നെ ഉദ്യോഗം ചെയ്യാം. എന്നാൽ ഉദ്യോഗം ചെയ്താൽ അതിന് നമുക്ക് ഉയർച്ച കിട്ടും, ഈമാൻ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ വർദ്ധിക്കാൻ നമുക്ക് ചെയ്യേണ്ടത് സുന്നത്ത് എന്ന് പറയുന്ന കർമ്മങ്ങൾ ഐച്ഛികമാണ്. നമ്മൾ പറയുന്നത് ചെയ്താൽ പോലുള്ളതും ഒഴിച്ചാൽ ശിക്ഷല്ലാത്തെന്ന് പറയുന്നെങ്കിലും ആ ശിക്ഷല്ലാത്തെന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കാൻ പറ്റില്ല. നമുക്ക് ഉയർച്ച കിട്ടണം. ഒരു നല്ല മോഹിനാവണമെങ്കിൽ എന്ത് വേണം? സുന്നത്ത് അധികരിപ്പിക്കണം. കറാഹത്തുമായിട്ട് ബന്ധം പാടില്ല. ഒരു കറാഹത്ത് കൊണ്ട് ചെയ്യാത്ത ജീവിതം അതാണ്. അങ്ങനെയുള്ള ഈ നിയമം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ശരിയായ വിജയികൾ. മുഅ്മിൻ എന്ന് പറയുന്നത് പൂർണ്ണമായ മുഅ്മിൻ അവനാണ്. അങ്ങനെ ജീവിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അങ്ങനെ ജീവിക്കണ്ടേ? അപ്പൊ നമ്മള് നിസ്കരിക്കണം, നിർബന്ധ. നിസ്കരിക്കാൻ ഞങ്ങളെ മര്യാദക്കാണ്. പറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മളെന്താണ്, നമ്മൾ എവിടെയാണ് നമ്മൾ ആലോചിക്കാനാണ് പറയുന്നത്. നമുക്ക് 24 മണിക്കൂർ എല്ലാവർക്കും ഒരു ദിവസം. ആ 24 മണിക്കൂറിൽ കുറഞ്ഞ സമയങ്ങൾ മാത്രമാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കേണ്ടത്, നിർബന്ധമായിട്ടുള്ളത്. അങ്ങനെ അങ്ങോട്ട് പോയാൽ എല്ലാ സമയവും അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്. അള്ളാഹു അല്ലാത്ത മറ്റൊരു വിചാരമില്ലാത്ത ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ, അവിടെയാണ് നമ്മൾ ഔലിയാക്കളെന്ന് പറയുന്നത്. അള്ളാഹു തആല അങ്ങനെ പദവി കൊടുത്തവര് അവരെ പിൻപറ്റാൻ വേണ്ടി നമ്മളോട് പറഞ്ഞു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ദീന് അള്ളാഹു തആല നമുക്ക് തന്നു, മനുഷ്യനെ ഉണ്ടാക്കി മനുഷ്യർക്ക് ഈ ദീൻ തന്നു, ഈ നിയമം തന്നു. അതിവിടെ വിതരണം ചെയ്യാൻ സംവിധാനം ഉണ്ടാക്കിയില്ല. ആ സംവിധാനം നമ്മൾ മനസ്സിലാക്കണം. അത് ഏൽപ്പിക്കപ്പെട്ടവർ നമ്മളൊക്കെ തന്നെയാണ്. അല്ലാഹു തആല സംവിധാനിച്ചത് അമ്പിയാക്കന്മാർ, അതായത് മനുഷ്യരിൽ നിന്ന് വളരെ പരിശുദ്ധാത്മാക്കളെ കണ്ടെടുത്ത ആൾക്കാരെ തെരഞ്ഞെടുത്തുകൊണ്ട് ഈ ദീൻ പ്രചരണത്തിന് വേണ്ടി അല്ലാഹു ചെയ്യും. 1.25 ലക്ഷം പ്രവാചകന്മാർ വന്നു. അവരിവിടെ ദീൻ പ്രചരിപ്പിച്ചു. ഈ ദീൻ നല്ല നിലയ്ക്ക് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി. വിശ്വസിക്കാത്തവരുണ്ടായി, അമ്പിയാക്കന്മാർ തള്ളി പറഞ്ഞവരും കൊണ്ടവരൊക്കെ ഉണ്ടായി. ഏതായിരുന്നാലും അങ്ങനെ 2 വഴികളുണ്ട്. 2 വഴികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ 2 വഴി. ആദ്യ മനുഷ്യന്റെ മുമ്പിൽ തന്നെ തുറന്ന വഴിയാണ്. ആദ്യ മനുഷ്യന്റെ മുമ്പിൽ തന്നെ തുറന്ന 2 വഴി. ഒന്ന് അള്ളാഹുവിനെ അനുസരിക്കുന്നവരുടെ വഴി. ആദ്യത്തെ മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ അള്ളാഹു തന്നെ പരീക്ഷ വെച്ചു. ആ പരീക്ഷ ഒന്ന് ആദം തന്നെ ആദ്യത്തെ മനുഷ്യൻ, രണ്ടാമത്തെ അപ്പുറത്തുള്ള മനുഷ്യരോടാണ്. ആ പരീക്ഷയിൽ മനുഷ്യൻ ജയിച്ചു, മനുഷ്യർക്ക് പരാജയപ്പെട്ടു.
ഈ ആദ്യത്തെ മനുഷ്യനെ ഇൽമു കൊടുത്തു, മറ്റവർക്ക് അതിനെ സംബന്ധിച്ച് ആ വിവരമില്ല. അതുകൊണ്ട് എന്താക്കി പരീക്ഷയിൽ എഴുതിയപ്പം ആദം എന്ന് പറയുന്ന മനുഷ്യൻ ജയിച്ചു, മറ്റവരെന്താക്കിയതിന് പരാജയപ്പെട്ടു. അപ്പൊ ആദ്യം മനുഷ്യന്റെ മുമ്പിൽ നൽകുന്ന ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ വിവരമുള്ളവനെ ബഹുമാനിക്കണം എന്നാണ്. വിവരമുള്ളവനെ പരീക്ഷയിൽ ജയിച്ചവൻ ആദരിക്കണം എന്നുള്ളതാണ്. അതല്ലേ വിവരമുള്ളവർ, അല്ലെങ്കിൽ ഉസ്താദ് എന്ന് പറയാം. അദ്ദേഹത്തിൽ നിന്നാണ് ബാക്കിയുള്ള ഈ കാര്യങ്ങൾ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഉസ്താദിനെ ബഹുമാനിക്കണം, ആരിഫിനെ ബഹുമാനിക്കണം എന്നതുകൊണ്ട് തന്നെ മലക്കളോട് പറഞ്ഞു ഉസ്തൂരിയാകം ആദ്യം നിങ്ങൾ സുജൂദിയം വന്നിക്കണം. ഇല്ല ഇതിനെ ചെയ്യാത്തവരാണ് അവിടെ ഉണ്ടായിരുന്നു. ഇല്ല ഇതിനെ അഭാവസ്ഥ നോക്കാൻ നിങ്ങൾക്ക് അവനൊരു സമ്മതിച്ചു. അവിടെ നിന്ന് രണ്ട് വഴിയുണ്ടായി. ആദ്യത്തെ മനുഷ്യനൊക്കെ തന്നെ രണ്ട് വഴിയുണ്ടായി. അള്ളാഹുവിനെ അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും, സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞ സുജൂദ് ചെയ്തവരും ചെയ്യാത്തവരും. ഇത് തന്നെയാണ് ലോകത്തിന്റെ അവസാനം പറയുന്ന രണ്ട് വഴി. ഈ രണ്ട് വഴികളും നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അള്ളാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചത്. 1.5 ലക്ഷത്തോളം പ്രവാചകന്മാരെ നിയോഗിച്ചത്. അതിൽ ഖാതിമുൻ നബിയ്യീൻ സയ്യിദുനാ ശഫീഉനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടുകൂടെ പരമ്പര അവസാനിച്ചു. അതിന് മുമ്പ് ഒരു കാലഘട്ടത്തിൽ തന്നെ ഒന്നിലധികം പ്രവാചകൻ പ്രവർത്തിച്ചിട്ടുണ്ട്. മൂസാ നബിയുടെ കൂടെ ഹാറൂൻ നബി ഉണ്ടായിരുന്നു, ലൂത്ത് നബി ഉണ്ടായിരുന്നു, ഇബ്രാഹിം നബിയുടെ കൂടെ. അങ്ങനെ പല നബിമാരും 1ഉം 2ഉം നബിമാരൊക്കെ ഓരോ കാലഘട്ടത്തിലും പ്രവർത്തിച്ചുകൊണ്ടാണ് ദീൻ നിലനിർത്തിയത്. എന്നാൽ നമ്മുടെ തങ്ങളോടുകൂടെ 1500 വർഷം കഴിഞ്ഞു. അതിനുശേഷം പിന്നെ പ്രവാചകൻ ഉണ്ടായിട്ടില്ല, പ്രവാചകർ ഉണ്ടാവില്ല. പിന്നെ ഈ കാര്യം ആരാ നിർവഹിക്കാം? ആദ്യകാലത്തൊക്കെ ഞാൻ ദീനെ പഠിപ്പിക്കാൻ അമ്പിയാക്കന്മാരുള്ള നിയോഗിച്ചു. മുഹമ്മദ് നബിക്ക് ശേഷം പിന്നെ അമ്പിയാക്കന്മാരില്ല. എന്നാലും ദീന് ഇവിടെ നിലനിന്നല്ലോ, ഇനിയും നിലനിൽക്കണം ചെയ്യാവുന്ന വരെ. എത്ര കാലമാണെന്ന് അറിയില്ല. അപ്പൊ അതെന്താ മാർഗം? അതിന് മാർഗവും പറഞ്ഞിട്ടുണ്ട്. ഉലമാക്കന്മാർ എന്നെ സംബന്ധിച്ച് പ്രവാചകൻ വേണ്ട, ഉലമാക്കന്മാർ ആ കാര്യം നിർവഹിച്ചു കൊടുക്കുന്ന പറഞ്ഞത്. അവർ അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികളാണ്. എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാർ അനന്തരം കൊടുത്തത് വെള്ളിയും പൊന്നും പറമ്പും തനിയൊന്നല്ല, കൊടുത്തത് അൽ ഇൽമ, എൽമനെയാണ്. അമ്പിയാക്കന്മാരുടെ അനന്തരമാണ്, അനന്തര സ്വത്താണ് ഇൽമാണ്, വിവരമാണ്. ആ വിവരമുള്ള പണ്ഡിതന്മാർ പിന്നീട് എന്ത് ചെയ്യണം? ആ അമ്പിയാക്കന്മാരുടെ ദൗത്യം നിർവഹിക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കാം. ആധാരം കൊടുത്തത് രണ്ട് കാര്യം ഞാൻ ഒഴിച്ചു പോകുന്നുണ്ട്. അത് രണ്ടും മുറുകെ പൊടിച്ചുകൊണ്ട് ഉലമാക്കന്മാരെ പിന്തുടർന്ന് ജീവിച്ചാൽ നിങ്ങൾ പേക്കൂല. അപ്പൊ ആലിമ്യങ്ങളാണ് ഉത്തരവാദിത്വം. അവർ രണ്ട് പ്രമാണം കൊടുത്തിട്ടുണ്ട്. ഒന്നെന്താ? ഖുർആൻ അനുസരിച്ചുകൊണ്ട് ഉലമാക്കൾ പ്രബോധനം നടത്തണം. രണ്ടാമത്തത് പ്രവാചകൻ 40 വയസ്സ് ആയപ്പോൾ പ്രവാചകനായി. അതിനുശേഷം 23 കൊല്ലം ജീവിച്ചു. ആ 23 കൊല്ലവും ആകാശത്തിൽ നിന്ന് ഖുർആൻ അറിയപ്പെട്ടിരിക്കുക. ഖുർആൻ മഴ പെയ്യുന്ന മാതിരി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയിലാണ് തങ്ങള് തന്റെ ലക്ഷക്കണക്കിൽ വരുന്ന പ്രജകളോട് ഒരുമിച്ച് ഇറങ്ങി ജീവിച്ചത്, ഭൂമിയിൽ ഇറങ്ങി ജീവിച്ചത്. രാജാവിനെ പോലെ കസാര എടുത്ത് ആൾക്കാരെ കാണാതിരിക്കല്ല. സാധാരണ എല്ലാ മേഖലയിലും ഇറങ്ങിച്ചെന്നുകൊണ്ട് ഞാൻ മക്കക്കരുവിലെ ആടുകളെ വെച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടിലെണ്ണയായി ജീവിച്ചിട്ടുണ്ട്, കച്ചവടക്കാരനായിട്ടുണ്ട്, അങ്ങനെ സാധാരണക്കാരായിട്ടുണ്ട്, ഫക്കീറായിരുന്നു, യതീമായിരുന്നു. അങ്ങനെ എല്ലാ ജീവിതത്തിലെ എല്ലാ മേഖലകളും അനുഭവിച്ച പ്രവാചക സമുദായങ്ങള് ആ തങ്ങളുടെ ജീവിതം അത് വളരെ പരസ്യമാണ്. എല്ലാവരുടെയും ജീവിക്കുന്ന ജീവിതമാണ്. ആ ജീവിതത്തിന്റെ ഇടയിൽ ഖുർആൻ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഖുർആൻ പെയ്ത ജീവിതമാണ് നബി കാഴ്ചവെക്കുന്നത്. ആ ജീവിതമാണ് ഇവർ ഒപ്പിയെടുക്കുന്നത്, സഹാബാക്കൾ ഒപ്പിയെടുക്കുന്നത്. ആ സഹാബാക്കളിൽ നിന്ന് പിന്നെ അവരെ പിൻപറ്റിയ ആൾക്കാർ എന്നും പറഞ്ഞു വേണം. അപ്പൊ നബിയുടെ ആ ജീവിതത്തോടു കൂടെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ആ പരിശുദ്ധ ദീൻ ആദം നബി മുതൽ തുടങ്ങി ആ ദീൻ പൂർത്തിയായി. ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും പൂർത്തിയായി. ഇനി അതൊന്ന് കൂട്ടിച്ചേർക്കേണ്ടതില്ല, ഒന്നും എടുത്തു കളയാമല്ല. ആ നിലയ്ക്ക് ഇസ്ലാം പരിപൂർണമായിട്ട്
ഉലമാക്കളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സഹാബാക്കളെ ഏൽപ്പിച്ചു. വല്ലതിനത്തും പിന്നെ അവർ കഴിഞ്ഞാൽ അവരെ മുൻപറ്റിയ താപീയങ്ങളെ അങ്ങനെ താപീയങ്ങളായിക്കൊണ്ട് നല്ല ഒരു കൂട്ടം ആൾക്കാരെ എല്ലാ കാലത്തും ഉണ്ടാവും, നല്ല പിൻപറ്റിയെ കൂടുതൽ. അതിന് മൂന്ന് നൂറ്റാണ്ടിനെ സംബന്ധിച്ച് പറഞ്ഞു ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്ന നൂറ്റാണ്ട് നബിയും സഹാബത്തുള്ള നൂറ്റാണ്ട്. അതിനുശേഷം താബീങ്ങളുടെ നൂറ്റാണ്ട്, താബീങ്ങളുടെ നൂറ്റാണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 3 നൂറ്റാണ്ടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ച് പ്രസംഗിച്ചു. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ നൂറ്റാണ്ടുകളിലാണ് നമ്മൾ വിശ്വസിക്കുന്ന ലോകം വിശ്വസിക്കുന്ന മദ്ഹബിന്റെ ഇമാമുകൾ ഉണ്ടായിരുന്നു. 4 മദ്ഹബിന്റെ ഇമാമുകളും ഇമാം അബൂ ഹനീഫ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായി, 50 ഉണ്ടായി, 150 വഫാത്തായി. ഷാഫി ഇമാം 150 ജനിച്ചു. അങ്ങനെ ഓരോ മദ്ഹബിന്റെ ഇമാമുകളെ നോക്കിയാൽ ഈ 1-ഉം 2-ഉം നൂറ്റാണ്ടുണ്ടാവലാണ് പ്രശംസ. ആ കാലത്തുള്ള ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്നു, മദ്ഹബുകൾ അംഗീകരിക്കുന്നു, 4 മദ്ഹബുകൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ആ മദ്ഹബ്. പിന്നെ അതാണ് ഇസ്ലാമിന്റെ വഴി ഇസ്ലാം നമ്മൾ പറഞ്ഞാലല്ലേ അവരെ പിൻപറ്റിയവരെ അള്ളാഹുക്കാർ അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരും അള്ളാഹുവിന് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ മഹത്വവൽക്കരിച്ച ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ അള്ളാഹുവിന്റെ നിർബന്ധിക്ക് പാത്രീഭൂതരായി എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ മഹാന്മാരാണ്. അവരാണ്, അവരിൽപ്പെട്ടവരാണ് ആര്? ഈ മദ്ഹബിന്റെ ഇമാമുകൾ. ഹദീസ് ഗ്രന്ഥം ഉണ്ടാക്കിയതാരാ? ശിഹാബ് സിത്ത എന്ന് പറയുന്ന ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന സഹിയായ ഹദീസാണെന്ന് അംഗീകരിക്കുന്ന 6 കിതാബുകളുണ്ട്. ബുഖാരി, മുസ്ലിം, തുർമദി, നസായി, ഇബ്നു മാജ എന്നൊക്കെ പറയുന്ന ആ കിതാബുകൾ. ആ കിതാബുകളും ഈ കാലഘട്ടത്തിൽ ഉണ്ടായതാ. ഈ 3 ഹൈറായ കർണ എന്ന് പറയുന്ന കർണനുണ്ടായതാ. അങ്ങനെ അതൊക്കെ തന്നെ ഉണ്ടാക്കിയത് നമ്മൾ ആചരിച്ചു വരുന്ന എല്ലാ ആചാരങ്ങളും അതിന്റെ ഹദീസുകളും ഫിഖ്ഹുകളും ഒക്കെ ക്രോഡീകരിച്ചിട്ടുണ്ട്. ആ ക്രോഡീകരിക്കപ്പെട്ട ഫിഖ്ഹുകളും കിതാബുകളും എന്നും നമ്മുടെ പള്ളിയിലൊക്കെ ദർശനത്തുന്നത്, നമ്മുടെ കോളേജിൽ ദർശനത്തുന്നത്. അത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിലേക്ക് കടന്നുകൂടാൻ എന്താ ഉള്ളത്? ഇതിൽ കളയാൻ എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. ഒന്നും ചേർക്കാനുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത മുസ്ലിങ്ങൾ ഇങ്ങനെ നടന്നുപോരാ. ഖുർആനൊക്കെ പറഞ്ഞ മാതിരി ഇങ്ങനെ നടന്നുപോരാ. കേരളത്തിലും ഇസ്ലാം നബിയുടെ കാലത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇസ്ലാം നബിയുടെ കാലത്ത് വന്നിട്ടുള്ളതാണ്. കുറെ സഹാബാക്കളുടെ ഖബറുകൾ കേരളത്തിന്റെ പല ഭാഗത്തുണ്ട്. അവരൊക്കെ ഇസ്ലാം പ്രമാണത്തിന് വന്നവരാ. അങ്ങനെ ഇസ്ലാം ആ കാലത്ത് തന്നെ നബിയുടെ കാലത്ത് തന്നെ വന്നു എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധമായ ഇസ്ലാം തന്നെ അവിടെ വന്നത്. ഒരു കൈകടത്തലില്ലാത്ത ഇസ്ലാം അവിടെ വന്നത്. അതിങ്ങനെ ആചരിച്ചു പോരാ, നമ്മൾ ആചരിച്ചു പോരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഒരു കാര്യത്തിലെ അഭിപ്രായം മൗലൂദ്, അതുപോലെ മദ്ഹബിന്റെ ഇമാമുകളെ പറ്റുന്നു, തറാവി നിർവഹിക്കുന്നു, ഇക്കാര്യത്തിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. നമ്മൾ ചെയ്തു വന്ന ഒരു അഭിപ്രായ വ്യത്യാസം പിന്നെ എവിടെ നിന്നാണ് തുടങ്ങിയത്? അഭിപ്രായ വ്യത്യാസം തുടങ്ങിയത് 1922 ശേഷം, വളരെ അടുത്ത കാലം. അപ്പൊ നല്ല നൂറ്റാണ്ട് എന്ന് പറഞ്ഞ് 14 നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷം, 3 നൂറ്റാണ്ടല്ല 14 നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ കേരളത്തിൽ ഒരു ഫിത്തന വരുന്നത്. വഹാബി ഫിത്തന. 1940 ശേഷം മൗദൂദി ഫിത്തന വന്നു, കള്ളത്തരീഖത്തുകാർ വന്നു, തബ്ലീഗ് ജമാഅത്ത് വന്നു. ഇതൊക്കെ ഫിത്തനകളാ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ക്രോഡീകരിക്കപ്പെട്ട ഫിഖിന്റെ കിതാബുകളോ ഹദീസിന്റെ കിതാബുകൾക്കോ വിരുദ്ധമായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർക്ക് കൊണ്ടുവരുന്നത്, പുതിയ പുതിയ ജൽപ്പനങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തള്ളേണ്ടതാണ് എന്ന് നേരത്തെ അമ്പിയാക്കന്മാരുടെ അന്തരഗാമികളായ പണ്ഡിതന്മാർ ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലപ്പായ തങ്ങൾ നമ്പറുള്ളാഹു മർക്കദഹു മഹാനവറുകൾ യമനിയാണ്. യമനിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പിതാക്കളും പിതാമഹന്മാരൊക്കെ യമനികളാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ, അദ്ദേഹത്തിന്റെ പിതാമഹന്മാർ യമനികളാണ്. അൽ ഈമാൻ യമാനി വൽ യമാനി എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ യമൻ അങ്ങനെയാണ്. അവിടെയാണ് വിജ്ഞാനവും ഈമാനും ഒക്കെ അവിടെ തന്നെയാണെന്ന് വിശേഷിപ്പിച്ച ആ യമനിൽ നിന്ന് വന്നവരാണ്. നമ്മുടെ നാട്ടിലെ സാധാരണകൾ അധികവും പാണക്കാട് കണ്ണന്മാർ, വാപ്പക്കി തങ്ങൾ, ഇവർക്കൊക്കെ ഇവരൊക്കെ യമനികളാണ്. അവരിവിടെ ദീൻ പ്രചരണത്തിന് വേണ്ടി വന്നവരാണ് അവരുടെ നേതാക്കളൊക്കെ. അങ്ങനെ അതിന്റെ തുടർച്ചയായിക്കൊണ്ട് അവരെങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ നിലക്കുള്ള ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലപ്പായ തങ്ങൾ എന്ന് പറയുന്ന ആ മഹാന് അന്ന് തലയെടുപ്പുള്ള പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നബറുള്ളാഹു മർക്കദഹു പോലെയുള്ള മഹാന്മാരൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് രൂപം നൽകിയ ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 1925 ഒരു അഡ്വ കമ്മിറ്റി ഉണ്ടാക്കി. 26 അത് പൂർണ്ണമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞ കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി ഇപ്പൊ 100 കൊല്ലാൻ പോകണം. കാരണം 26 100 കൊല്ലായല്ലോ.
ഇംഗ്ലീഷിൽ 100 കൊല്ലം, അറബിയിൽ 100 കൊല്ലം നേരത്തെ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വാർഷികത്തിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ. അതിന്റെ വാർഷികം എന്ന് പറഞ്ഞാല് അത് ഇതൊരു വെറും സംഘടനയുടെ ദീനാണ്. അമ്പിയാക്കന്മാർ ചെയ്തു പോകുന്നതിന്റെ തുടർച്ചയാണ് ചെയ്യുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ലാഭത്തോട് പോലുള്ള ഒരു സംഘടനയായി കാണേണ്ടതല്ല. സംഘടന ആക്കേണ്ടി വന്നതുകൊണ്ടെന്ന് ചോദിച്ചാൽ മറ്റൊരു സംഘടന ഉണ്ടാക്കിയപ്പോഴാണ്. ഇതിനായിട്ട് വന്ന ആൾക്കാർ സംഘടന ഉണ്ടാക്കിയപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സംഘടന ഉണ്ടാക്കേണ്ടി വന്നത്. അതുവരെ ഉണ്ടായിരുന്ന ഒരു സംഘടന ഇവിടെ ഇല്ല. ഇസ്ലാം ഒന്നല്ലാത്ത ഒരു സംഘടനയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ വേറൊരു അഭിപ്രായ വ്യത്യാസമില്ല. കുടുംബത്തോടത്തോ ദ്വാരത്തോടത്തോ സലാത്ത് മജീസുകാർക്കൊന്നോ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ സംഘടന വേണ്ടി വന്നില്ല. മറ്റൊരു പിന്നലക്കാർ വന്നിട്ട് സംഘടന ഉണ്ടാക്കിയതിനൊക്കെ എതിർക്കാൻ തുടങ്ങി. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, ബഹുദൈവ ആരാധകരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മക്കാ മുസ്ലിങ്ങൾക്ക് ഇറങ്ങിയ ആയത്തുകളൊക്കെ നമ്മളെ മേലെ വെച്ച് കെട്ടിയവര്. അങ്ങനെ വളരെ പിന്തുണ ഉണ്ടാക്കിയപ്പോഴാണ് സംഘടന ഉണ്ടാക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ മഹാരഥന്മാർ അന്നത്തെ പറഞ്ഞാൽ നമുക്കറിയാം. അതിന് സംഘടിച്ച പണ്ഡിതന്മാർ 40 പണ്ഡിതന്മാർ ടൗണാണിൽ യോഗം ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നുകൊണ്ട് സമസ്തക്ക് രൂപം നൽകി. ആ സമസ്തയുടെ ഭരണഘടനയിൽ ഒന്നാമത് പറയുന്നത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ പ്രചരിപ്പിക്കുക, അത് ജനങ്ങളെ എത്തിക്കുക. കാരണം അതൊക്കെ തകടം മറിച്ചുകൊണ്ട് ഇവരോട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ മാറ്റി സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ, നബി സല്ലല്ലാഹു സഹാബത്ത് ഇവിടെ കാണിച്ചതിന് അഖീദകളുള്ള ആ അഖീദ എന്താണെന്ന് ജനങ്ങളിൽ പ്രചരിപ്പിക്കണം. വഹാബികൾ ഉണ്ടാക്കിയ ഫിത്നകളൊക്കെ തുടച്ചു നീക്കണം. അതാണ് ഒന്നാമത്. രണ്ടാമത് പറയുന്നത് പ്രതിരോധമാണ്. വികടി പ്രസ്ഥാനക്കാരെ പരമാവധി പ്രതിരോധിക്കാനാണ് പറഞ്ഞത്. അവരെ പ്രതിരോധിക്കണം. അവർ മഹത്തുകളിൽ കടത്താൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. മുറയിൽ തന്നെ മുറിക്കണം. എവിടെയെങ്കിലും ഒരു വഹാബി ഉണ്ടായത് കണ്ടാൽ ഞങ്ങൾ മുറിൽ കളയും, മൗദൂദ് ഉണ്ടായത് കണ്ടാൽ മുറിൽ കളയും. ഇന്നവരാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഭരണഘടന വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടന ഇതുവരെ ആവശ്യമാണോ അല്ല നമ്മൾ ചിന്തിക്കണം. ഇത് ഒരു മറ്റൊരു സംഘടന പോലൊന്നല്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അള്ളാഹു തന്ന ദീൻ, നമുക്ക് അവസാനമായി തന്ന ദീനാണ്. നമ്മുടെ അടുത്ത അയൽവാസിയായ ഭഗവാന് കൊടുക്കാത്ത ദീൻ, ആ ദീൻ നമുക്ക് അള്ളാഹു തന്നു. ആ തന്നത് അള്ളാഹു തന്നെ പറഞ്ഞു, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണം. എന്നിട്ട് പറഞ്ഞു, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ ഈ കളം വിട്ടുപോകരുത്. ഈ കളത്തിന്റെ വിലകൾ മനസ്സിലാക്കണം. ഈ കളത്തിൽ നിങ്ങൾ ആയത് നിങ്ങളുടെ കഴിവൊന്നുമല്ല, അത് അവസാനമായി തന്ന കഴിവാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളെന്ന് ചെയ്താൽ നിങ്ങൾ സൂക്ഷിച്ചിട്ട് അത് കളയാതെ പോകണം. മുസ്ലിം അല്ലാതെ നിങ്ങൾ മരിക്കരുത്, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് നൽകാറ്. അപ്പൊ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നവർക്കാണ് പണികൾ പണിത്. നമ്മുടെ അറിയാതെ മറന്നവർക്ക് അള്ളാഹു കാക്കട്ടെ. നമ്മുടെ ജീവിതത്തില് അള്ളാഹു കൽപ്പിച്ചതൊക്കെ എടുക്കുകയും വിരോധിച്ചതൊക്കെ മാറ്റി നിർത്തുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം, ആ ജീവിതത്തിന്റെ കളത്തിൽ നിങ്ങൾ പുറത്തു പോകരുത്, നിങ്ങൾ മുസ്ലിം അല്ലാതെ മരിച്ചു പോകരുത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ നിലനിൽക്കാൻ എന്ത് വേണം? അമ്പിയാക്കന്മാരുടെ അവകാശികളായ ആൾക്കാരുടെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ നിലകൊള്ളണം. അവർ പറയുന്നത് കേൾക്കണം, അവരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കണം, അവരുടെ അഖീദകൾ നമ്മൾ പഠിക്കണം, ഉൾക്കൊള്ളണം. അവർ പറയുന്നതാണ്. നമുക്ക് ഇവരില്ലാത്തവരാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പറയാനുള്ള അധികാരം അവർക്കാണ്. അവരത് പറഞ്ഞാൽ കേൾക്കണം. ഈ ഒരു കെട്ടാണ് നമ്മുടെ ഈ ഒറ്റക്കെട്ടാണ് നമ്മുടെ കേരളത്തിലെ മറ്റ് നേരത്തെ സ്വാഗത പ്രശ്നത്തിൽ പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പറ്റി അപേക്ഷ നോക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തമാകുന്നത് ഈ ഒരു ഒറ്റക്കെട്ടിലുള്ള തിരുവല്ലമാരുടെ സമസ്ത നമുക്ക് ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഈ തലകെട്ടുകാരും പള്ളിയും നിസ്കാരവും നോമ്പും ഇസ്ലാമികമായ ചിട്ടകളൊക്കെ കഴിഞ്ഞത്. ഇതില്ലായിരിക്കും എന്താ സ്ഥിതി? അതേ പ്രകാരം നമ്മൾ അവിടെ സമസ്ത ഉണ്ടാക്കിയില്ല എന്ന് നോക്കാം. മുഹാബികൾ തള്ളിക്കാരിയപ്പോൾ സമസ്ത ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താ? ഇവിടെ മജലിസുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ? നമ്മളെ മജലിസുണ്ടാവും. നെറ്റിയെത്താൻ അറിയില്ല, നെറ്റി ജനിച്ചാൽ അറിയില്ല, നബിമാര് ജനിച്ചാറില്ല, മരിച്ചാറില്ല, ഒന്നും അറിയില്ല. അങ്ങനെയല്ല, ബഹുമാനം തോൽക്കില്ലല്ലോ. നബിജനം ചെറുക്കാണെന്ന് അവർ പറയുന്നത് നബിജനം ആഘോഷിക്കാൻ പാടില്ല, മോര് തോന്നാൻ പാടില്ല. ഇങ്ങനെ കൊണ്ട് പറഞ്ഞിട്ട് നമ്മൾ ഏതാണ്ടൊക്കെ തന്നെയാണ് ഒരു ദീനില്ലാത്ത ഒരവസ്ഥയിലേക്ക് വഹാബികൾ നമ്മൾ കൊണ്ടുപോകാൻ. അതിന് തടുത്തതും ഈ ദീൻ ഇവിടെ പുനഃസ്ഥാപിച്ചതും ഉണ്ടാക്കിയതൊക്കെ ആരാം? ഈ സമസ്തയാണ്. അതുകൊണ്ട് ഈ സമസ്ത ഇവിടെ നിലനിൽക്കണം. എന്തിനെ? നമ്മുടെ പരലോക മോശത്തിന് വേണ്ടി, ദുനിയാവെ രക്ഷയ്ക്ക് വേണ്ടി. വർദ്ധന ആദ്യ അനുസരണ ആഹ്റന്നല്ലേ? ദുനിയാവും വേണം. ദുനിയാവ് നമ്മൾ അന്തസ്സായി ജീവിക്കണം. ആരും
അന്തസ്സായിട്ടിരിക്കാനോ വലിയ കോടീശ്വരനാകാൻ അല്ലെങ്കിൽ വലിയ മീറ്റിംഗ് ഉണ്ടാകാം കാറുണ്ടാകാം ഒന്നല്ല. ഒരു അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് ആരുടെയും മുന്നിൽ നമ്മൾ അഭിമാനം പണയം വെക്കാതെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ, അതാണ് ചിന്തന്യ. ആഹ്റ അങ്ങനെയല്ല. ആഹ്റ നമുക്ക് പരിപൂർണമായി നേടണം. ആ നേടാനുള്ള വിഷയങ്ങൾ ഉണ്ടാക്കണം. അതിന് നമുക്ക് എന്തേ പറ്റുള്ളൂ, ഇതേ പറ്റും. അതുകൊണ്ട് തന്നെ സമസ്ത ആദ്യമായി ചെയ്തത് പ്രതിരോധമാണ്. അതായത് ഈ വഹാബികളുടെ ഫിത്ന തടുക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തികളാണ് ആദ്യമായി ചെയ്തത്. അതിന് കുറെ സമയമെടുത്തു. അത്രമാത്രം ഫിത്ന ഉണ്ടാക്കിയിരുന്നു. മറുപടി ഇല്ലാത്ത ഓളായിരുന്നു വഹാബികൾ അടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ നീക്കി അതിനുശേഷമാണ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇറങ്ങി. 1951 ഇവിടെ വടകര വെച്ചുണ്ടാക്കിയ സമസ്ത സമ്മേളനത്തിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട വാപ്പുകി തങ്ങളുടെയൊക്കെ നേതൃത്വത്തിലാണ് ആലോചന ഉണ്ടായതും അതിൽ ധൈര്യം പറഞ്ഞത് ബഹുമാനപ്പെട്ട വാപ്പുകി തങ്ങളാണ്. അങ്ങനെയാണ് പറഞ്ഞത്. യമനിൽ വന്ന പെണ്ണന്മാരും പറഞ്ഞതാണ്. അവരൊക്കെ കൂടെ കൂടിയിട്ട് മദ്രസ പ്രസ്ഥാനം തുടങ്ങി. അതിനൊക്കെ ഇതോടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അതിന്റെ മുമ്പ് സ്കൂളിന്റെ മലയാളികൾ വെച്ചിട്ട് നമ്മുടെ മദ്രസ ഓത്തുപള്ളി നടന്നിരുന്നത്. ഓത്തുപള്ളിയാണ് അത് നടന്നിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരു പ്രത്യേക മതക്കാർക്ക് സർക്കാർ സ്ഥാപനങ്ങളിലൊന്നും അങ്ങനെ പഠിപ്പിക്കാൻ അവസരം പറ്റില്ല എന്ന നിലയ്ക്ക് അവർ നമ്മൾ മദ്രസ പുറത്താക്കിയപ്പോൾ പുറത്താക്കി എന്ന് പറഞ്ഞാൽ നമ്മളത് അനുസരിക്കേണ്ടവരായതുകൊണ്ടാണ് നമ്മൾ ശ്രമിക്കൊണ്ടു. അങ്ങനെ നമ്മളെന്താക്കി മദ്രസകൾ കെട്ടിപ്പടുത്തു. ഇപ്പം ഇന്നലെ കഴിഞ്ഞ ശനിയാഴ്ച യോഗം ചേർന്നിട്ട് അംഗീകരിച്ച മദ്രസകളുടെ എണ്ണം 11,007 11,007. അപ്പൊ ആ നിലയ്ക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും, കേരളത്തിൽ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിൽ അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മദ്രസകൾ ഇങ്ങനെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞല്ലോ, അവിടെ ഇസ്ലാം എന്താണെന്ന് അറിയാത്ത കുട്ടികളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എന്താണെന്ന് നമ്മുടെ കുട്ടികളെ പോലെ തന്നെ പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഗൾഫ് നാടുകളിൽ വിദേശങ്ങളിലൊക്കെ അല്ലേ എല്ലാം സമസ്തയുടെ മദ്രസകളുണ്ട്. ആ മദ്രസകൾ എന്ന് പറയുന്നത് കൊണ്ടാണ്, ആ മദ്രസ ഉണ്ടായത് കൊണ്ടാണ് 12ാം ക്ലാസ് വരെ മദ്രസ ഉണ്ട്. ആ മദ്രസകൾ ഉള്ളത് കൊണ്ടാണ് ഈ നിലയ്ക്കുള്ള ആൾക്കാർ നമ്മളിങ്ങനെ ഈ സ്വഭാവം നമുക്കുണ്ടായി. ആ കൊടുത്തപ്പള്ളി പോകണം കേൾക്കണം നിലക്കുള്ള സ്വഭാവം നമുക്കുണ്ടായത് എങ്ങനെയാണ് ഉപകരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് ഈ മദ്രസ കൊണ്ടാണ്. ഈ മദ്രസയാണ് ചില്ലറ കാര്യം തന്നെ. 11,000 മദ്രസ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈ സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പറഞ്ഞപ്പോൾ നഴ്സറി തുടങ്ങിയിട്ടുണ്ട്. നഴ്സറി വിദ്യാഭ്യാസം എല്ലാവർക്കും തുടങ്ങിയല്ലോ. നമ്മളത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നഴ്സറി എന്ന് പറഞ്ഞാൽ അത് വേണോ വേണ്ടോ എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ്. ഇതുവരെ കുട്ടികളൊക്കെ തന്നെ കളിച്ച് വളരണം. അമ്മായിന്റെ വീട്ടിലും മറ്റേ അമ്മമാരുടെ വീട്ടിലൊക്കെ വിരുന്ന് പോയിട്ട് ഇങ്ങനെ താമസിച്ചൊക്കെ കളിച്ച് വളരുന്ന പ്രായമാണ്. ഇപ്പൊ കുട്ടിക്ക് തീരെ നേരമില്ലല്ലോ. കുട്ടിക്ക് കുടുംബം എന്താണെന്ന് അറിയില്ല, ഏട്ടനെന്താണെന്ന് അറിയില്ല, അഞ്ചനെന്താണെന്ന് അറിയില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. കാരണം 3 വയസ്സ് അവർ കൊടുക്കുന്ന വലിയ പാല് കഴിഞ്ഞവരെ വീട്ടിൽ വണ്ടിയിൽ കയറ്റി വിടുകയാണ്. പെരുന്നാൾ ക്ഷീണിച്ചത് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഒരു ബന്ധു അറിയാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. യഥാർത്ഥ നാടകങ്ങൾ ചെയ്യണമെന്ന് നിലയ്ക്ക് നമ്മളിപ്പോൾ ഒരു കുട്ടി ജനിച്ചാൽ ആദ്യമായിട്ട് നമ്മൾ കരുതിച്ചോറിൽ പാമ്പ് കൊടുക്കും. കരുതിച്ചോറിൽ താമസിക്കുന്നത് എന്തിനാ സറങ്ങനാക്കിയത്? കുട്ടി ജനിച്ചാൽ ആദ്യമായിട്ട് പാമ്പ് കൊടുക്കണം. ഇടത്തേലോട്ടിന് കാമത്ത് കൊടുക്കണം. അതിന്റെ കാരണം എന്താ? കുട്ടി ജനിക്കുന്നത് ആദ്യമായിട്ട് ഇവിടെ കേൾക്കുന്നത് അല്ലാഹ് മുഹമ്മദ് റസൂലുള്ള അങ്ങനെ ദീനാണ് കേൾക്കേണ്ടത്. അള്ളാഹിന്റെ റസൂലിനെ കേൾക്കേണ്ടത്. അതുകൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ കുട്ടി മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ തുടക്കം തന്നെ നമ്മൾ കാണും. പിന്നെ ആ കുട്ടിയെ നമ്മൾ മദ്രസയിൽ ചേർക്കുന്ന 5 വയസ്സായാലും 5 വയസ്സായാലും മദ്രസ ചേർത്ത് നമ്മൾ മദ്രസയിലേക്ക് പഠിപ്പ് കിട്ടും. എന്നാൽ അതിന്റെ ഇടയ്ക്ക് കുട്ടികളെ പിടിച്ചിട്ട് 3 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളെ പിടിച്ചിട്ട് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് മറ്റേ നേഴ്സറിക്കാർക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ പുണർച്ച പോയി ആദ്യം പാമ്പോട്ട് ഇടയിൽ വേറെ എന്തൊക്കെ കടന്നുകൂടിയല്ലോ മദ്രസ പോണേന്റെ ഇടയ്ക്ക്. അപ്പൊ നമ്മൾ നോക്കി നിന്നാൽ പറ്റൂല. ആ വഴി കഴിച്ചു പോകാനുള്ള സാധ്യത അടക്കണം എന്ന നിലക്കാണ് ആൻറ്റിയർ സ്കൂൾ തുടങ്ങിയത്. 2016 തുടങ്ങിയതാണ് ആൻറ്റിയർ. അത് 500ഓളം സ്കൂളുകൾക്കായി ഓരോ കൊല്ലവും ഇങ്ങനെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും ഗൾഫ് നാടുകളിൽ അടക്കം അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമാണ്, വേണ്ടതാണ്. കാരണം ഈ കുട്ടികളെ മറ്റ് നഴ്സറികളിൽ ചേർത്താൽ അവരുടെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ കുത്തിവെക്കും. പലരും നടത്തുന്നുണ്ട്. നമ്മുടെ ഇസ്ലാമിക വിദ്യാഭ്യാസങ്ങൾ മാത്രമല്ല പല മറ്റു മതക്കാരൊക്കെ നടത്തുന്ന നഴ്സറികളിലൊക്കെ തന്നെ കുട്ടികൾക്ക് സ്വഭാവങ്ങൾ മാറാൻ സാധ്യതയുള്ളതുകൊണ്ട് അതും നമ്മൾ മദ്രസയോട് അറ്റാച്ചായിക്കൊണ്ട് തുടങ്ങേണ്ടതാണ്. അങ്ങനെ സംവിധാനങ്ങളുണ്ട്.
പിന്നെ ഉയർന്ന മേലോട്ട് 12ാം ക്ലാസ് കഴിഞ്ഞാൽ അറബി കോളേജുകളുണ്ട്, ഉയർന്ന പള്ളി ദർസുകളുണ്ട്. ഇപ്പൊ SNEC എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. SNEC എന്ന് പറഞ്ഞാൽ രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട വിദ്യാഭ്യാസം, ഭൗതികവും മതവും സമന്വയിച്ചുകൊണ്ട വിദ്യാഭ്യാസം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കാലോചിതമായി ഉണ്ടാക്കേണ്ട സംഗതികളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുന്നത് നമ്മുടെ ദീൻ നിലനിൽക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ദീൻ നിലനിൽക്കാൻ ഇവിടെ പണ്ഡിതന്മാരുണ്ടാവണം. പണ്ഡിതന്മാരുണ്ടായാലേ അനന്തരാവകാശികൾ ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ദീൻ നിലനിർത്താൻ പറ്റിയ പണ്ഡിതന്മാരെ വാക്കാൻ വേണ്ടിയുള്ള അറബി കോളേജുകൾ, സംവിധാനങ്ങൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കണം. സമസ്ത എന്ന് പറഞ്ഞാൽ സമസ്തക്ക് നേതൃത്വം തരും, അതിന്റെ സംവിധാനങ്ങൾ ഒരുക്കി തരും. ബാക്കി അടിസ്ഥാനപരമായി ഇപ്പം മദ്രസ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ, നാട്ടുകാരുണ്ടാക്കണം. പള്ളി നാട്ടുകാരുണ്ടാക്കണം, അറബി കോളേജ് നാട്ടുകാരുണ്ടാക്കണം. നാട്ടുകാരുണ്ടാക്കണം സമസ്തക്കാരായ നാട്ടുകാരാണ് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കിയിട്ട് അത് പരിപോഷിപ്പിച്ചു കൊണ്ടുവരണം. ഇതിന് ഈ നിലനിൽക്കാൻ വേണ്ടി നമ്മളെ കുട്ടികൾ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ വേണ്ടി. ഇന്ന് നമ്മുടെ മദ്രസകളില്ലായിരുന്നു എന്താ സ്ഥിതി? ഉണ്ടായിരുന്ന സ്ഥിതി ഇന്ന് ഭൗതിക കലാലയങ്ങളൊക്കെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഈ നമ്മളെ ലഹരി വസ്തുക്കളൊക്കെ വിൽക്കുന്നതും പരിചയപ്പെടുന്നതും ചെയ്യുന്നതും ചെലവാകുന്നതും നമ്മൾ ക്യാമ്പസുകളിലാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നേ. അപ്പൊ അതിനൊക്കെ ചെറുത്ത് നിൽക്കാൻ നമ്മുടെ മദ്രസയിൽ നിന്നുള്ള റോസരിയോട് സാധിക്കണം. ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ആൾക്കാർക്ക് പ്രോത്സാഹിപ്പിക്കുന്നത് രണ്ടും ഒരുമിച്ച് പോകണമെന്നാണ്. ഒരു മറയില്ലാതെ പോകണം എന്നുള്ളതാണ് ഇന്നത്തെ സംസ്കാരം. അതിൽ നിന്ന് നമ്മളെ ആൾക്കാരെ പിടിച്ചു നിർത്താൻ നമുക്കത് പറ്റില്ലല്ലോ. അത് പിടിച്ചു നിർത്താൻ നമ്മളെ മദ്രസകളും അറബി കോളേജുകളും ഒക്കെ സജ്ജമാക്കി തന്നെ പറ്റുള്ളൂ. അങ്ങനെ ഒരു തീരുമാനം അവർക്ക് കൊടുക്കണം. എന്താണ് അതിന്റെ നിയമം നൽകുന്നത്? അതാണ് അത്തരം കാര്യങ്ങൾക്കൊക്കെ ദീനിവിടെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ, അതിന്റെ തനതായ രൂപത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സമസ്ത മാത്രമാണ്. ഈ സമസ്തയുടെ മദ്രസ അടിസ്ഥാനപ്പെടുത്താൻ പലരും ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു സമയമായിട്ടുള്ള വിഷയത്തിൽ സമസ്ത അതിനും ഇടപെട്ടുകൊണ്ട് വേണ്ട സമയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമരം വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു മന്ത്രിസഭാ കാലത്തും ഇതുപോലെ മദ്രസയുടെ സമയം മാറ്റം വന്നിരുന്നു. അതെല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടി അത് ചെറുത്തത് കൊണ്ട് അത് പിന്മാറി. ഇതും അങ്ങനെ തന്നെ പിന്മാറ്റണം. കാരണം ഇപ്പൊ ഒരു 1/4 മണിക്കൂറാണെങ്കിലും, രാവിലെ ഒരു 1/4 മണിക്കൂറാണെങ്കിലും അടുത്ത കൊല്ലത്തെ 1/2 മണിക്കൂറാക്കി, ഒരു മണിക്കൂറാക്കിയൊക്കെ വരും. മദ്രസകൾക്ക് പ്രശ്നമില്ലല്ലോ. മദ്രസന്റെ ആവശ്യം ദീനില്ലാത്തവരൊക്കെ നാട് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തില് സമസ്തയാണ് നമുക്ക് മാർഗദർശനം. വഹാബികളാണെങ്കിൽ ഒരു മദ്രസല്ല, ഒരു സൺഡേ മദ്രസ എന്നൊക്കെ പറഞ്ഞ ആഴ്ചയിലെ ദിവസമൊക്കെ മദ്രസ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് നിലനിൽക്കേണ്ടത് സമസ്തക്കാരുടെ ആവശ്യമാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ സമസ്ത അല്ലാതെ ഇതിന് നേതൃത്വം കൊടുക്കാൻ വേറെ ഒരാളിവിടെ ഇല്ല. അതുകൊണ്ട് സമസ്ത നശിക്കരുത്, സമസ്തനെ വിജയിപ്പിക്കണം. നമ്മുടെ ഇടയിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പലർക്കൊക്കെ ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കാത്തത് നമ്മൾ ഒന്നാം സ്ഥാനം ആഹ്റത്ത് ഒന്നാം സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ഈ ഒന്നാം സ്ഥാനം വരും. അവിടെയാണ് വേണ്ടത്. നമുക്ക് രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ആവശ്യത്തിന് വേണം. എങ്കിലും ഒന്നാം സ്ഥാനം നമ്മുടെ ദീനായിരിക്കണം. ആ നിലയ്ക്ക് നമ്മൾ എന്താക്കണം? നമ്മളത് ഉൾക്കൊള്ളണം. ആ നിലയ്ക്ക് ഈ സമസ്തയുടെ സമ്മേളനം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറ്റി അതിന്റെ വിശദാംശങ്ങളൊക്കെ അദ്ദേഹം പറയും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സമ്മേളനം നമുക്ക് അടുത്ത ഫെബ്രുവരി 4 മുതൽ 8 വരെയാണ്. അത് കാസർഗോഡുള്ള പുണ്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാസർഗോഡ് അടുത്ത് വലിയ വിശാലമായ സ്ഥലമാണ്. അത് നമ്മൾ സ്ഥലം ആലോചിച്ചു. സമസ്തയുടെ ഒരു സമ്മേളനം നടത്താൻ പറ്റിയ ഒരു സ്ഥലം കേരളത്തിൽ ഒരുപാട് മാസങ്ങൾ നമ്മൾ ആലോചിച്ചതിന് ശേഷം കണ്ടെത്തിയ സ്ഥലമാണ്. പലരും പറഞ്ഞു നമുക്ക് പല സ്ഥലം നമുക്ക് തമിഴ്നാട്ടിൽ പോവാം, കർണാടകയിൽ പോകാൻ നമുക്ക് പറഞ്ഞില്ല. അതൊക്കെ മാറ്റി നമ്മളതൊക്കെ പാടി നമുക്ക് നമ്മുടേതായിട്ട് പോകാനോ. ബാംഗ്ലൂർ വെച്ച് നമ്മളതിന് ഉദ്ഘാടനം സമ്മേളനത്തിന്റെ അവർക്ക് വളരെ അനുഭവപ്പെട്ടു. അങ്ങനെയുള്ള സമസ്ത എവിടുന്ന് പറഞ്ഞാലും എന്ത് ചെയ്താലും നമുക്ക് പരാജയപ്പെടില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ വിഭാഗത്തിൽ അള്ളാഹുവിന്റെ സംരക്ഷണം അതിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരെ എതിർത്താലും ശരി, സമസ്ത അത് അള്ളാഹുവിന്റെ വിഭാഗത്തിലുള്ള സാധനം. കാരണം അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹു ഞാനതിനെ സംരക്ഷിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സമ്മേളനം വമ്പിച്ച വിജയമാക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. ഇവിടെ ആ സമ്മേളനം നടക്കുമ്പോൾ ഒരു കുട്ടിയും ഒരു സുന്നിയായ
നാട്ടിലുണ്ടാകുന്നത് നാട്ടിലുണ്ടാകുന്നതൊക്കെ പോകണം. അപ്പൊ അവിടെ പോകണം. അതാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അതുപോലെ സമ്മേളനത്തിലുള്ള പ്രചരണത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് പല പരിപാടികളും സലാം വെച്ചോടെ മേടിക്കും. അതൊക്കെ വിജയിക്കണം. മണ്ഡലം തലത്തിലാണ് ഇപ്പോൾ നമ്മളിന്ന് കൂടിയിരിക്കുന്നത്. ഈ മണ്ഡലത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും സമ്മേളനം സംബന്ധിച്ച എല്ലാ പ്രവർത്തനങ്ങളും നടത്തേണ്ടത് നിങ്ങളാണ്. അതിനിവിടെ സമിതികളുണ്ടാകും. ആ സമിതികളുടെ നേതൃത്വത്തിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സ്ഥാനങ്ങളോ കൊടുക്കേണ്ടത് സ്ഥാനം കൊടുത്തുകൊണ്ടും എല്ലാ സ്ഥാനം തന്നെ വേണ്ടത് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കമ്മിറ്റി നമുക്ക് ഉണ്ടാകും. മണ്ഡലം കമ്മിറ്റി, മണ്ഡലം സ്വാഗത സംഘം, ജില്ലാ സ്വാഗത സംഘം ഉണ്ടാക്കി പല മണ്ഡലത്തിലും ഉണ്ടാക്കി. ഇനി 1-2 മണ്ഡലങ്ങൾ ബാക്കിയുണ്ട്. അത് ഉണ്ടാക്കും. അടുത്ത ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ അങ്ങനെ പല മണ്ഡലങ്ങളിലും ഉണ്ടാക്കി കഴിഞ്ഞു. അതുകൊണ്ട് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അടങ്ങിയിരിക്കരുത്. നമ്മുടെ വീടുകളിലൊക്കെ ഇത് സന്ദേശിക്കണം. പെണ്ണുങ്ങൾക്ക് എത്തിക്കണം, കുട്ടികൾക്ക് എത്തിക്കണം, എല്ലാ വിഭാഗം ആൾക്കാർക്കും നമ്മുടെ സമസ്തയുടെ സന്ദേശം എത്തിക്കണം. അള്ളാഹു കോപ്പി ചെയ്യുമാറാകട്ടെ. വിലാസോടെ കൂടെ ദീനിന്റെ ഹിദ്മത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ അതിനുള്ള വിദേശത്തെയും ശൈത്താന്റെയും എല്ലാ സ്വത്തുക്കളും തൊട്ടും അള്ളാഹു നമ്മളെ നമ്മുടെ സമ്മേളനം കാക്കുമാറാവട്ടെ. പെരുമാക്കൾക്ക് അള്ളാഹു സിഹത്തും ആശയത്തും ദീർഘായുസും നൽകുമാറാവട്ടെ. നയിക്കാനും അതിനനുസരിച്ച് അവരെ പിന്നെ പ്രവർത്തിക്കാനും അറിഞ്ഞു പങ്കാളിൽ ഞങ്ങൾക്ക്